എന്താണ് യബ്ബേസ് ഇസ്രായേലിൻ്റെ ദൈവത്തോട് അപേക്ഷിച്ചത്? നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിസ്താരമാക്കുകയും നിൻ്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാമായിരുന്നു എന്ന് അപേക്ഷിച്ചു. അതെ, നമുക്കും യബ്ബേസിനെ പോലെ യഹോവയായ ദൈവത്തോട് അപേക്ഷിക്കാം. ഒന്നാമതായി, അങ്ങ് നിശ്ചയമായി എന്നെ അനുഗ്രഹിക്കണം. ശാരീരികമായി, മാനസികമായി, ആത്മീകമായി, വൈകാരികമായി, സാമ്പത്തികമായി, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും എന്നെ അനുഗ്രഹിക്കണമേ. ഞാൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവളായിരിക്കണമേ. രണ്ടാമതായി, അങ്ങ് നിശ്ചയമായി എൻ്റെ അതിരിനെ വിസ്താരമാക്കണം. എൻ്റെ വീടിൻ്റെ, എൻ്റെ കുടുംബത്തിൻ്റെ, എൻ്റെ വസ്തുവകയുടെ, എൻ്റെ ബുദ്ധിയുടെ, എൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയുടെ, എൻ്റെ സന്താനങ്ങളുടെ, എൻ്റെ സമ്പാദ്യ തുകയുടെ എല്ലാം അതിരിനെ ദൈവമേ നീ വിസ്താരമാക്കി തരണമേ. മൂന്നാമതായി, അങ്ങയുടെ കൈ എന്നോട് കൂടെ നിശ്ചയമായിരിക്കണം. ഞാൻ പാർക്കുന്ന വീട്ടിൽ, ഞാൻ പോകുന്നിടത്തെല്ലാം എൻ്റെ കുടുംബാംഗങ്ങളോടൊപ്പം, എനിക്കുള്ളതിനോടൊപ്പം എല്ലാം അവിടുത്തെ കൈ കൂടെ ഇരിക്കണമേ. ഈ അപേക്ഷ വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് എത്ര വലിയ കഴിവുണ്ടായാലും ദൈവത്തിൻ്റെ കരം കൂടെയില്ലെങ്കിൽ നമുക്ക് വിജയിക്കാൻ കഴിയുകയില്ല. യബ്ബേസ് തൻ്റെ വിജയത്തിനായി ദൈവത്തിൻ്റെ സഹായം പൂർണ്ണമായി തേടി. യബ്ബേസ് അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകിയെന്ന് വചനം സാക്ഷ്യപ്പെടുത്തുന്നു. നിങ്ങളുടെ ജീവിതം ഇന്ന് ഏതവസ്ഥയിലാണെങ്കിലും, വേദനയിലായിക്കോട്ടെ, തകർച്ചയിലായിക്കോട്ടെ, യബ്ബേസിനെ പോലെ ദൈവത്തോട് നിലവിളിക്കുക. ദൈവം നിങ്ങളുടെ അതിർത്തികളെ വർദ്ധിപ്പിക്കുകയും നിങ്ങളെ ബഹുമാനമുള്ളവരാക്കി മാറ്റുകയും ചെയ്യും. ദൈവതിരുനാമം മാത്രം മഹത്വപ്പെടട്ടെ. ആമേൻ. പ്രൈസ് ദ ലോർഡ്.